ഹായ് ഗായ്സ്, SR ടേസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അരിത്തീയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുള്ള നമ്മൾ ഗ്യാസ് ഓണാക്കിയിട്ട് അരി നമുക്ക് വറുക്കാം. ആദ്യം പാത്രം നല്ലതായിട്ട് ചൂടാകട്ടെ. പാത്രം നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് അരി ഇട്ട് കൊടുക്കാമേ. നല്ലതായിട്ട് വറുത്തെടുക്കാം. നമുക്ക് ഗ്യാസ് ചെറുതായിട്ട് കുറച്ചിടണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അരി ഒത്തിരി തീരെ പൊടിയാക്കല്. ഒരുമാതിരി നമ്മൾ ഇച്ചിരി അരിയായിട്ടൊക്കെ അരമുറിയായിട്ടൊക്കെ കിടക്കുന്ന പോലെ പൊടിച്ചെടുക്കണേ. എന്നാലേ ഇതിന് ഇച്ചിരി ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അരി വറുത്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വാങ്ങി വെക്കാം. അരി നമുക്ക് വറുത്ത് നല്ലതായിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിതിന് ഇത് വറുത്തെടുക്കാം, അല്ല പൊടിച്ചെടുക്കാം. ഒത്തിരി മിനുസമായിട്ട് പൊടിക്കണ്ട, ഒരുമാതിരി അരമുറിയൊക്കെ ആയിട്ട് ഇരിക്കണം. പൊടിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടിയാൽ മതി. ഗ്യാസ് ഓണാക്കാം. നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. ഇത് അരിത്തീയലാണ്. തേങ്ങ ഇട്ട് കൊടുക്കുവാണ്. പാത്രം ചൂടായി ഇരിക്കുന്ന. നേരത്തെ നമ്മൾ അരി വറുത്ത ആ പാത്രത്തിൽ തന്നെയാണ് തേങ്ങ വറുക്കുന്നത്. നേരത്തെ നല്ലതായിട്ട് ചൂടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇത്രയും തേങ്ങ മതി. നല്ലതായിട്ട് വറുത്ത് കൊടുക്കാം. നല്ലതായിട്ട് ഒരു ബ്രൗൺ കളറാവുന്ന വരെയും വറക്കണം. എന്നാലേ ഇതിന് ടേസ്റ്റ് കിട്ടത്തുള്ളേ. നല്ലതായിട്ട് വറുത്ത് കൊടുക്കണം. നമ്മളിച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുവാണേ. ഇത്രയും മതി. നല്ലതായിട്ട് തേങ്ങ മൂക്കണം. തേങ്ങ നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിത് ഇതിന് ചേർന്ന് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ചേർക്കാം. നമ്മളിത് നിർത്തി വെച്ചിട്ടേ ചെയ്യാവുള്ളൂ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവുക. ഗ്യാസ് നിർത്തി വെക്കണം. സ്വല്പം മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി എല്ലാം സ്വല്പം മതിയേ. നമ്മളൊരു 4 ചുവന്നുള്ളിയും കൂടി ഇടുവാണ്. പിന്നെ ഒരു 3-4 തണ്ട് കരിയാപ്പിലയും കൂടി ഇടുവാണ്. നമുക്കിനി ഗ്യാസ് ഓണാക്കാം. നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. കരിയാതെ നല്ലതായിട്ട് ഇത് വറുത്തെടുക്കണേ. ഇത് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഒരു വട്ടം ചെയ്താൽ നമുക്ക് പിന്നെ എപ്പോഴും ചെയ്ത് ഈ കറി വെക്കാൻ തോന്നും. പഴയ കാലത്ത് നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന കറിയാണിത്. ഗ്യാസ് നിർത്താം. നമുക്ക് ഗ്യാസ് നിർത്തി നമുക്കിനി ഇത് അരച്ചെടുക്കാമേ. ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കണേ. വറുത്ത് കോരി നമ്മൾ ഈ പാത്രത്തിലിട്ട് നമുക്കിച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം. നല്ലതായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇത്
നല്ലതായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇതുപോലെ അരച്ചെടുക്കണം. നല്ലതായിട്ട് അരഞ്ഞിട്ടുണ്ട്. നമുക്കിത് വാങ്ങി വെക്കാം. ഇനി നമുക്ക് ഇതൊന്നും കൂടെ അടുപ്പേ വെക്കാം. പാത്രം അടുപ്പേ വെക്കുവാണ്. ഗ്യാസ് ഓണാക്കുവാണ്. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുവാണേ. നമ്മൾ അരച്ച് വെച്ച അരപ്പിടുവാണേ. പിന്നെ നമുക്ക് കടുകൊക്കെ പൊട്ടിച്ച് പിന്നെ അവസാനം കടുകും പൊട്ടിച്ച് കരിയാപ്പിലിട്ട് വാങ്ങി വെക്കാം. ഇപ്പോൾ നമ്മൾ ഇത് അരച്ച മാവൊന്ന് നമ്മളെ പച്ചമണം മാറുന്ന വരെ ഒന്ന് എടുക്കുവാണ്. നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കണേ. നേരത്തെ പുളിവെള്ളം നമ്മൾ പുളിയിട്ട് വെച്ചേക്കുമായിരുന്നു. അത് നമ്മൾ ഒഴിക്കാൻ പോവാണ്. വാളംപുളി നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചേക്കുമായിരുന്നു. ഇപ്പം ഇനി അത് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. സ്വല്പം ഉപ്പിടാൻ പോവാണ്. ഉപ്പ് നോക്കിയിട്ട് പിന്നെ ഇടാം. നമ്മൾ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇച്ചിരി കായപ്പൊടി ഇടാൻ പോവാണ്. ഒരു നുള്ളു ഇട്ടാൽ മതിയേ. നമ്മൾ വറുത്ത് വെച്ച് അരി വറുത്ത പൊടി ഇടാൻ പോവാണ്. സ്വല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. അരി വറുത്താണെങ്കിൽ ഈ മാവെല്ലാം കൂടെ നമ്മൾ ഈ അരച്ച് വെച്ച മാവ് അരപ്പും അരി എല്ലാം കൂടെ ഒന്നിച്ച് വേകണം നല്ലതായിട്ട്. ഉപ്പുണ്ടോ എന്ന് നോക്കുവാണേ. ഉപ്പ് ആവശ്യത്തിനുണ്ട്. നല്ലതായിട്ട് വേകട്ടെ ഇത്. നമ്മൾ അരിത്തിയിൽ ഒരു 20 മിനിറ്റോളം അടുപ്പിരുന്ന് വെന്താണ്. നമ്മളത് ഇറക്കും. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം. നമുക്ക് ഇനി ഇതൊരു കടുക് പൊട്ടിച്ച് ഒഴിക്കാം. നേരത്തെ കടുകൊന്നും പൊട്ടിച്ചില്ലായിരുന്നേ. ഈ പാത്രം ഒന്ന് ചൂടാകട്ടെ. നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുക് ഇടണം. ചുമന്നുള്ളി, കരിവേപ്പില, എണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുക് ഇടുവാണ്. എണ്ണ ചൂടായതാണ്. ഉള്ളി ഇടുവാണ്. കരിവേപ്പില ഇടുക. ഉള്ളിയും കരിവേപ്പില കടുക് എല്ലാം മൂത്തിട്ടുണ്ട്. നമ്മളിത് ഒടിച്ച് കൊടുക്കുകയാണ് തീയലിനകത്തോട്ട്. ചേരേണ്ടതെല്ലാം ഒന്നുകൂടെ ഞാൻ പറയുവാണ്. അരി നമുക്ക് ഒത്തിരി വേണ്ട. നമ്മൾ നാഴി എടുക്കില്ല. അതിൻ്റെ കുറച്ച് മതി. ഒരു 1/4 ഗ്ലാസ് പോലും വേണ്ട. അരി നല്ലതായിട്ട് വറുക്കുക. വറുത്ത് നമ്മൾ പൊടിക്കുക. ഒത്തിരി ഇങ്ങനെ മിനുസമായിട്ട് പൊടിക്കേണ്ട. ഒരുമാതിരി പൊടിക്കുക. പിന്നെ ഇച്ചിരി വാളംപുളി നമ്മൾ വെള്ളത്തിടുക. അത് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം മാറ്റി വെക്കുക. തേങ്ങ ഇത് പൊടിച്ച് കഴിഞ്ഞ് തേങ്ങയും നല്ലതായിട്ട് വറക്കുക. തേങ്ങ നല്ലതായിട്ട് വറുത്തിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ടും കരിയാതെ വറുത്തെടുക്കുക. കരിവേപ്പില, ചുമന്നുള്ളി ഇത്രയും ഇടണം. അത് കഴിഞ്ഞ് നമ്മൾ ഇതെല്ലാം വറുത്ത് പൊടിച്ച് കഴിഞ്ഞ് ഈ അരി വറുത്തത് നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ അരി പൊടിച്ചതും ഈ അരപ്പും കൂടി ഇട്ട് നമ്മൾ ഇളക്കുക. പിന്നെ അവസാനം നല്ലതായിട്ട് വെന്തിച്ച് കായപ്പൊടി ഇടുക. കായപ്പൊടി ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഇച്ചിരി കരിവേപ്പില, ചുമന്നുള്ളി, കടുക് എല്ലാം ഇട്ട് മൂപ്പിച്ചിൻ്റെ ഒഴിക്കും. നമ്മൾ ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ്. സൂപ്പറാണ്. എല്ലാവരും ഇത് ചെയ്ത് നോക്കി കഴിച്ച് നോക്കണം. പിന്നെ ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അടിക്കണം. എല്ലാവരും എന്നെ സഹായിക്കണം. ആരും തള്ളിക്കളയില്ല. വീണ്ടും നാളെ ഒരു കുക്കിംഗ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്.